ശബരിമലയിൽ പുതിയ സ്വർണ്ണവാതിൽ വേണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? അത് ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വർണ്ണവാതിലിന് സ്പോൺസറെ കണ്ടെത്താമെന്ന് സമ്മതിച്ചതാരാണ്? അതും ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഒരു സ്പോൺസർ ആകട്ടെ എന്ന് തീരുമാനിച്ചതാരാണ്? അതും ഉണ്ണികൃഷ്ണൻ പോറ്റി. വാതിൽ പണിതപ്പോൾ കട്ടിള കൂടി മാറ്റാമെന്ന് പറഞ്ഞതാരാണ്? അതും ഉണ്ണികൃഷ്ണൻ പോറ്റി. കട്ടിള പണിതപ്പോൾ ദ്വാരപാലകരെ കൂടി പൊന്നുപൂശാമെന്ന് പറഞ്ഞതാരാണ്? അതും ഉണ്ണികൃഷ്ണൻ പോറ്റി. 2025 വീണ്ടും പൊന്നുപൂശാമെന്ന് പറഞ്ഞതാരാണ്? അതും ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമലയിൽ ഇപ്പോൾ നടന്നതിനെല്ലാം ഉത്തരവാദി ഒരേ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ ദിശാസൂചിക എത്തി നിൽക്കുന്നത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന ബി മുരാരി ബാബുവിൽ മാത്രമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും സ്പോൺസറും തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമല്ല ശബരിമലയിൽ സംഭവിച്ചത്. ദേവസ്വം ബോർഡിൽ നിന്ന് തന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഇതുവരെ ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ തന്ത്രി ആവശ്യപ്പെട്ടിട്ടല്ല അറ്റകുറ്റപ്പണി നടന്നത്. തന്ത്രിയോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. കിട്ടിയ കത്തിന് തന്ത്രി കണ്ഠരര് രാജീവര് അങ്കിയുടെ അറ്റകുറ്റപ്പണി നടത്താം എന്ന് മറുപടിയും നൽകി. ഇവിടെ ഒന്നുമല്ല ദുരൂഹത ആരംഭിക്കുന്നത്. 1998 സ്വർണം പൊതിയാൻ അനുമതി നൽകിയപ്പോൾ മുതലുണ്ട് ശബരിമലയിലെ ദുരൂഹതകൾ. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ശബരിമലയിലെ സീരിയൽ കൊള്ള. പൊന്നമ്പലവാസൻ എന്ന് ശബരീഷിനെ വിളിക്കുന്ന കാലത്ത് ശബരിമല പൊന്നമ്പലമായിരുന്നില്ല. ശബരീശൻ പൊന്നമ്പലവാസനുമായിരുന്നില്ല. കാനനവാസൻ മാത്രമായിരുന്നു. അത് കരിങ്കൽ പാളികളിൽ പണിത ക്ഷേത്രമായിരുന്നു. തിരുവിതാംകൂർ രാജകുടുംബം 1951 സ്വർണത്തിൽ പണിത തിരുവാഭരണങ്ങൾ നൽകുന്നത്. അതുപോലും ശബരിമലയിൽ സൂക്ഷിക്കേണ്ട എന്നായിരുന്നു തീരുമാനം. കാനന ക്ഷേത്രമായതിനാൽ വർഷത്തിലൊരിക്കൽ മകരവിളക്കിന് മാത്രം അവ എത്തിക്കാൻ അന്ന് തീരുമാനമായി. വനത്തിന് നടുവിൽ ഉള്ള ക്ഷേത്രം എന്ന നിലയിലാണ് ശബരിമലയുടെ നിർമ്മാണം മുഴുവൻ. സീസണിൽ മാത്രം തുറക്കുന്നതിനാൽ വിലപിടിപ്പുള്ളതൊന്നും ശബരിമലയിൽ സൂക്ഷിക്കാറുമില്ല. 18ാം പടിയുടെ നിർമ്മാണം പോലും അങ്ങനെയാണ്. ക്ഷേത്രം അടഞ്ഞു കിടക്കുന്ന സമയത്ത് ആന കയറാതിരിക്കാനാണ് കുത്തനെയുള്ള 18 പടികൾക്ക് മുകളിൽ ക്ഷേത്രം നിർമ്മിച്ചത്. ആന കയറുന്ന മലയാണെങ്കിലും ആന കയറാത്ത ക്ഷേത്രമായിരുന്നു ശബരിമല. കരിങ്കല്ലുകൊണ്ടുള്ള നിർമ്മാണമാണ് ക്ഷേത്രം മുഴുവൻ. ശ്രീധർമ്മശാസ്താവ് പോലും കരിങ്കല്ലിൽ കൊത്തിയെടുത്ത വിഗ്രഹമാണ്. അതിൽ പിന്നീടാണ് പഞ്ചലോഹത്തിന്റെയും തങ്കത്തിന്റെയും ഒക്കെ അങ്കികൾ വരുന്നത്. 1998 ശ്രീകോവിലും വാതിലും ദ്വാരപാലകരും ഒക്കെ സ്വർണം പൊതിയാൻ തീരുമാനിച്ചപ്പോൾ വലിയൊരു വിഭാഗം എതിർത്തിരുന്നു. കാനനവാസൻ പൊന്നിൽ കുളിച്ചു വേണ്ട എന്നായിരുന്നു അന്നുയർന്ന എതിർപ്പ്. ആ എതിർപ്പ് വിജയ് മല്യയുടെ പൊന്നിൽ ലയിച്ചുപോയി. അങ്ങനെ അനുമതി നൽകുമ്പോൾ വലിയ തന്ത്രി പോലും സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഭൂരിപക്ഷ തീരുമാനത്തോടൊപ്പം എല്ലാവരും നിലയുറപ്പിച്ചതോടെയാണ് പൊന്നണിഞ്ഞ ശ്രീകോവിലും ദ്വാരപാലകരുമൊക്കെ വരുന്നത്. 1998 ശബരിമലയിൽ നിന്ന് ഒരു വസ്തുവും അഴിച്ചുകൊണ്ടുപോയില്ല. എല്ലാം ശബരിമലയിൽ വെച്ച് തന്നെ ചെയ്യണം എന്ന് തീരുമാനിച്ചതിനാലാണ് സ്വർണം പൂശൽ വേണ്ടെന്ന് വെച്ച് സ്വർണം പൊതിഞ്ഞത്. ചെമ്പുപാളി ഉണ്ടാക്കി അതിനു മുകളിൽ സ്വർണ്ണപ്പാളി ഘടിപ്പിച്ചത് അങ്ങനെയാണ്. 1998 അത് മാത്രമേ സാധ്യമാകുമായിരുന്നുള്ളൂ. കാരണം ശബരിമലയിലെ ശില്പങ്ങളിലൊന്നും അതുവരെ ചെമ്പ് പൊതിഞ്ഞിരുന്നില്ല. സന്നിധാനത്ത് വെച്ച് തന്നെ ചെമ്പുപാളികൾ കൊണ്ടുവന്ന് പൊതിയുക എന്നല്ലാതെ മറ്റൊന്നും നടക്കുമായിരുന്നില്ല. ഈ പാളികൾ അഴിച്ചെടുക്കാം എന്നതിനാലാണ് 2019 അവ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അങ്ങനെ അഴിച്ചു കൊണ്ടുപോയത് ഒരു മാസം കഴിഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ വർക്ക്ഷോപ്പിൽ എത്തിക്കുന്നത്. പൂശുന്ന സ്വർണം എപ്പോഴും തേയ്മാനം വന്ന് ഇല്ലാതാകും. 4 വർഷം കൊണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ ചെമ്പ് തെളിഞ്ഞത് അങ്ങനെയാണ്. 1998 പൊതിഞ്ഞ സ്വർണത്തിന് ഒരു തേയ്മാനവും വന്നിട്ടുമുണ്ടായിരുന്നില്ല. 2019 തട്ടിപ്പ് നടത്താൻ വേണ്ടി മാത്രം ഇവ അഴിച്ചെടുത്തതാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ആദ്യം വാതിൽ, പിന്നീട് നിറം പോരെന്ന് പറഞ്ഞ് കട്ടിളപ്പടി, അതിനുശേഷം തിളക്കം കുറഞ്ഞെന്ന് പറഞ്ഞ് ദ്വാരപാലക ശില്പങ്ങൾ. 1000 രൂപയുടെ പ്രവൃത്തിക്ക് പോലും കൊട്ടേഷൻ ക്ഷണിക്കേണ്ട ശബരിമലയിൽ 1.5 കിലോ സ്വർണവും 40 കിലോ ചെമ്പും അഴിച്ചു കൊണ്ടുപോകാൻ ഒരു കൊട്ടേഷനും ഉണ്ടായില്ല. മറ്റാരെങ്കിലും ഇതിലും ലാഭത്തിൽ നന്നായി ചെയ്തു തരുമോ എന്നും നോക്കിയില്ല. ദാനം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണേണ്ടതില്ല എന്ന ന്യായം മാത്രമാണ് ഇവിടെ പ്രവർത്തിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 അഴിച്ചു കൊണ്ടുപോയി നന്നാക്കിയത് പോറ്റി സ്ഥാപിച്ച ചെമ്പോ സ്വർണമോ അല്ലെന്ന തോന്നൽ പോലും ഉദ്യോഗസ്ഥർക്കും ഉണ്ടായില്ല. അതിനു മുമ്പ് മുതലുണ്ട് തട്ടിപ്പ്. 1998 സ്വർണം പൊതിഞ്ഞ വാതിലുകൾ മാറ്റാൻ 2019 തീരുമാനിച്ചതാണ് ഏറ്റവും ദുരൂഹമായ കാര്യം.
വാതിലിന് കേടുപാടുണ്ടെന്നോ ചൈതന്യ ശോഷണം ഉണ്ടായെന്നോ ഒന്നും തന്ത്രി പറഞ്ഞിരുന്നില്ല. ദേവപ്രശ്നങ്ങളിലും അത്തരമൊരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. സാധാരണ ക്ഷേത്രങ്ങളിലെ നിർമ്മാണങ്ങൾ മാറ്റുന്നത് ഇതിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ്. വലിയ ക്ഷേത്രങ്ങളിൽ മരാമത്ത് വിഭാഗം എഞ്ചിനീയറോ ക്ഷേത്രത്തിലെ സ്മിത്തോ പരിശോധിച്ച് ആവശ്യപ്പെട്ടാലും തന്ത്രിയുടെ അനുവാദം തേടാം. എന്നാൽ ശബരിമലയിൽ പുതിയ വാതിലിനായി ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ല. വഴിപാട് എന്ന നിലയിൽ പുതിയ വാതിൽ സമർപ്പിക്കാം എന്ന നിർദ്ദേശവുമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത്. ആ നീക്കത്തിന് പിന്നിലുള്ള ദേവസ്വം ബോർഡ് ഉന്നതരുടെ പേരുകളാണ് പുറത്തു വരാനുള്ളത്. ശബരിമലയിലെ കാണിക്ക വഞ്ചിക്ക് പെയിന്റ് അടിക്കണമെങ്കിൽ പോലും ഫയൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മുന്നിൽ വരെ എത്തുന്നതാണ്. ആ സാഹചര്യത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറിയാതെ പുതിയ വാതിൽ നിർമ്മാണം നടക്കില്ല. പള്ളിക്കത്തോട് കൺസ്ട്രക്ഷൻസ്, ബംഗളൂരുവിൽ വ്യവസായിയായിരുന്ന മൂവാറ്റുപുഴ സ്വദേശി PR അജികുമാർ, കർണാടകയിലെ വ്യവസായികളായ രമേശ് റാവു, ഗോവർദ്ധൻ എന്നിവരിൽ നിന്ന് പണം വാങ്ങിയാണ് വാതിൽ നിർമ്മിച്ചത് എന്നാണ് ദേവസ്വം രേഖ. ഇങ്ങനെ പണം പിരിക്കാൻ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം നൽകുന്നത്? ദേവസ്വത്തിലെ ഉന്നതർ തന്നെ നടത്തിയ പിരിവല്ലാതെ മറ്റെന്താണ് അന്ന് സംഭവിച്ചത്? എത്ര പിരിച്ചു, എത്ര വിനിയോഗിച്ചു? ഇതാണ് കിട്ടേണ്ട ഉത്തരങ്ങൾ. ഇതിനൊക്കെ അപ്പുറത്ത് ഒരു ചോദ്യമുണ്ട്. ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ സ്വർണം പൂശുന്നതിന്റെ വാറന്റി എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ എഴുതുന്നത്? ദേവസ്വം കമ്മീഷണറുടെ പേരിലല്ലേ വാറന്റി ലഭിക്കേണ്ടത്? അല്ലെങ്കിൽ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കല്ലേ അതിന്റെ ഉത്തരവാദിത്വം വരേണ്ടത്? 2019 നവംബർ 10 പത്മകുമാർ മാറി N വാസു ചുമതല ഏറ്റെടുക്കുന്നത്. ഡിസംബർ 10 സ്വർണം കയ്യിലുണ്ടെന്ന് പോറ്റി കത്തയക്കുന്നത്. ആ കത്ത് ഒരു പാലമിട്ടതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കത്ത് കിട്ടിയിട്ടും സ്പോൺസറുടെ കയ്യിൽ സ്വർണം ബാക്കി വന്നത് എങ്ങനെ എന്ന അന്വേഷണം നടക്കുന്നതേയില്ല. ശബരിമലയുടെ പേരിൽ പലരിൽ നിന്നും പിരിവെടുത്ത് വാങ്ങിയ സ്വർണമാണ് ബാക്കി വന്നത് എന്നതിനാൽ അത് ശബരിമലയ്ക്ക് അവകാശപ്പെട്ടതാണ്. അത് വീണ്ടെടുക്കണം എന്നുള്ള തോന്നൽ പോലും ദേവസ്വത്തിൽ ആർക്കും ഉണ്ടായില്ല. PS പ്രശാന്ത് ചുമതലയേറ്റതിന് പിന്നാലെയാണ് വീണ്ടും സ്വർണം പൂശാനുള്ള നിർദ്ദേശം വരുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള നീക്കമാണ് തടയപ്പെട്ടത്. ഇത് ശബരിമലയിൽ നടക്കുന്ന പുറത്തു വന്ന ഏതാനും അഴിമതികളിൽ ഒന്നു മാത്രമാണ്. പടിപൂജ ഉൾപ്പെടെയുള്ള വഴിപാടുകൾ നടത്താനും സ്പെഷ്യൽ ദർശന സൗകര്യം ഒരുക്കാനുമെല്ലാം കനത്ത പിരിവുകൾ നടന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ വാതിലും കട്ടളയും ശില്പങ്ങളും ഉപയോഗിച്ച് ആജീവനാന്തം പിരിവ് നടത്താനുള്ള സാഹചര്യമാണ് ചില ഉന്നതർ ഒരുക്കി കൊടുത്തത്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബിനാമി മാത്രമാണ് എന്ന് പറയുന്നത്. പിന്നിലുള്ളവരുടെ പേര് വിവരങ്ങൾ കൂടി പുറത്തു വരാതെ കള്ളത്തരത്തിന്റെ പൂർണ്ണ ചിത്രം വെളിപ്പെടുകയില്ല. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.